വ്യാജ പരാതിയാണ്, വ്യാജ കേസാണ്. ഇതിന്റെ പിന്നിൽ വേറെ ഒരുപാട് മോട്ടീവ്സ് ഉണ്ട്. നമ്മളെ ഇൻവൈറ്റ് ചെയ്യാതെ തലേദിവസം പോസ്റ്റർ അവർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ, JCI ഒഫീഷ്യലി പോസ്റ്റർ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒരു പ്രശ്നം പെട്ടപ്പം ഞാനും ആ പ്രിൻസിപ്പളോടൊപ്പം, കാരണം പ്രിൻസിപ്പൾ ഇതിൻ്റെ അകത്തൊരു ഇരയാണ്, പുള്ളിയും ഇത്തരത്തിലൊരു പ്രശ്നവിവാദമാകുമെന്ന് അറിയുന്നില്ല. ഒരു പക്ഷേ ആരെങ്കിലും ഇത്തരത്തിലൊരു സ്കൂൾ ഫംഗ്ഷനെ വിളിച്ചിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി എന്നെ ടാർഗറ്റ് ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ആയിക്കൂടാന്നില്ല. കാരണം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്, സീരിയസ് ആയിട്ട്. കാരണം ഞാൻ ഈ കേസ് കഴിഞ്ഞു ബെയിൽ കിട്ടി നാട്ടിൽ വരുന്നു. പഴയതിൽ നിന്നും ഇരട്ടി ഇനോഗ്രേഷൻസും പ്രൊമോഷൻസുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എത്ര ചെയ്തിരുന്നോ അതിന് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം ഈ വ്യാജ കേസിൽ പെടുത്താൻ ശ്രമിച്ചവർക്ക് തന്നെ വീണ്ടും ദേഷ്യം വന്ന് കാണാം. അയ്യോ ഒതുങ്ങുന്നില്ലല്ലോ, ഈ അണയ്ക്കാൻ നോക്കിയപ്പോൾ ആളി കത്തുവാണല്ലോ എന്നുള്ളൊരു പ്രശ്നം. അപ്പം ഇതിപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ വരുമ്പോഴത്തേക്ക് പലരും മടിക്കാൻ ശ്രമിച്ചു. വളരെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ഒരാൾ ഡിസൈൻ ചെയ്തൊരു പ്ലാനും ആവാം, അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ആവാം അല്ലേ, അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്കൂൾ പ്രവേശനോത്സവ വിവാദത്തിന് പിന്നാലെ പോക്സോ കേസ് പ്രതിയും വ്ളോഗറുമായ മുകേഷ് എം നായരുടെ വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത്. തനിക്കെതിരെയുള്ള പോക്സോ കേസ് ഗൂഢാലോചനയെന്നാണ് മുകേഷ് എം നായർ പറയുന്നത്. പല ഇൻഫ്ലുവൻസർമാർക്കും തന്നോട് ദേഷ്യമുണ്ട്, ഇതിൻ്റെ ഭാഗമായിരുന്നു പോക്സോ കേസെന്നും അത് ഗൂഢാലോചനയെന്നുമാണ് മുകേഷിൻ്റെ വാദം. അതിനിടെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി പങ്കെടുത്തതിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണത്. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കും. ഇങ്ങനെ ഒരാൾ വരുന്നത് ഹെഡ് മാസ്റ്റർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ശരിയല്ല. സ്കൂൾ മാനേജരോട് നടപടി ആവശ്യപ്പെടും, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷണത്തിന് വേണ്ടി അപ്പോൾ തന്നെ ഞാൻ ചുമതലപ്പെടുത്തി. അന്വേഷണം ഇന്നലെയും ഒക്കെ അന്വേഷണം ഗൗരവമായി തന്നെ നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കും. സ്കൂൾ HMൻ്റെ പ്രഥമാധ്യാപകൻ്റെയൊക്കെ അഭിപ്രായം, അവിടെ ഒരു സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്ക് പാഠപുസ്തകവും നോട്ട് പുസ്തകവും അതുപോലുള്ള പഠനോപകരണങ്ങൾ കൊടുക്കുന്നത്. അവരാണ് ഈ വിവാദമായിട്ടുള്ള വ്യക്തിയെ പങ്കെടുപ്പിച്ചത്. അവർക്ക് അബദ്ധം പറ്റിയാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല. അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുക. വിദ്യാർത്ഥികളുടെ ഒരു സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിൽ ആരെയും കയറ്റി പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഒരു HMനും അവിടുത്തെ ടീച്ചർമാർക്കും ഇങ്ങനൊരു വ്യക്തിയെ അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതിയായിട്ടുള്ള വ്ളോഗർ മുകേഷ് എം നായർ പങ്കെടുത്തതിന് പിന്നാലെ വലിയ വിവാദം ഉയർന്നതാണ്. എന്നാൽ സ്കൂൾ അധികൃതർ ഈ വിഷയത്തിൽ കൈ കഴുകിയിരുന്നു. അവർക്കല്ല, മറ്റൊരു സന്നദ്ധ സംഘടനയായിട്ടുള്ള JCI ആണ് ഇതിൽ ഉത്തരവാദി. സംഘാടകർ ഈ മുകേഷ് എം നായരെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത് തങ്ങൾ അറിഞ്ഞില്ല എന്നായിരുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് ഹെഡ് മാസ്റ്റർ ഇന്നലെ നൽകിയ വിശദീകരണം. എന്നാൽ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയെങ്കിൽ ഇത് സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരെ നടപടി വേണമെന്ന ഒരു ആവശ്യമാണോ ഇപ്പോൾ ഉയർന്നു വരുന്നത്? ടോം, മുകേഷ് എം നായർ പറയുന്നത് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ കേസ് അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ബോധ്യത്തിലാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത് എന്നാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ ഈ കേസ് തള്ളിക്കളയാത്തത് എന്ന ചോദ്യത്തിന് മുകേഷ് വ്യക്തമാക്കുന്നത്, കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് കോടതി കടക്കാത്തതെന്നുമാണ്. അതേസമയം തന്നെ ബോധപൂർവം അപമാനിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം നടക്കുന്നു, മറ്റ് ചില വ്ളോഗേഴ്സിന് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ അവകാശവാദമാണ് മുകേഷ് എം നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഈ സംഭവം, അതായത് പ്രവേശനോത്സവത്തിന് 2 ദിവസം മുമ്പ് തന്നെ മുകേഷ് എം നായർ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയും ഈ പരിപാടിയുടെ ഡിജിറ്റൽ ബ്രോഷർ പബ്ലിഷ് ചെയ്തിരുന്നു. അത് പൊതുസമൂഹത്തിന് മുഴുവൻ ആക്സസ് ഉള്ള തരത്തിലാണ് താൻ അങ്ങനെ ബ്രോഷർ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെ സ്കൂൾ അധികൃതർക്ക് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയും എന്നാണ് മുകേഷ് ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയത്തിൽ ഇരയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അവരുടെ നിസ്സഹായത തനിക്കറിയാം. താൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല അവിടെ എത്തിയത്. തനിക്കും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിനപ്പുറത്തേക്ക്
ബോധപൂർവമായി തന്നെ ഇല്ലാതാക്കാൻ നടക്കുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതൊരു വിവാദമായി ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നൊരു ആരോപണമാണ് വാർത്താ സമ്മേളനത്തിലൂടെ മുകേഷ് എം നായർ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറും രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇരയായി മാറിയിരിക്കുന്നത് മുകേഷ് എം നായരാണ് എന്ന വാദമായിരുന്നു രാഹുൽ ഈശ്വർ അടക്കം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇവരുടെ ഈ ഒരു വിശദീകരണം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്കൊരു റിപ്പോർട്ട് സമർപ്പിക്കും. സ്കൂൾ അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിച്ചാൽ, അതായത് മാനേജ്മെന്റിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിമുഖത മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാവിലെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇതിൽ വിശദീകരണവുമായി മുകേഷ് എം നായർ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡാൻ, ഇവിടെ സ്കൂൾ അധികൃതർ തെറ്റുപറ്റിയെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടോ? വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഹെഡ് മാസ്റ്റർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അത് ഏത് രീതിയിലുള്ള നടപടി? അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കില്ല. അത് ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമേ അതിലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയുള്ളൂ. പക്ഷേ അങ്ങനെ അനുകൂലമായൊരു റിപ്പോർട്ടാണ് കൈമാറുന്നതെങ്കിൽ അത് മുഖവിലക്കെടുക്കാതെ കൃത്യമായ നടപടി ഇതിൽ ഉറപ്പുവരുത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഒന്നെങ്കിൽ ഒരു സ്ഥലമാറ്റമായിരിക്കും, അതല്ല എങ്കിൽ സസ്പെൻഷനായിരിക്കും. ഇതിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നത് വൈകാതെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ മുകേഷ് എം നായർ ഇപ്പോൾ ഇങ്ങനെയൊരു വിശദീകരണവുമായി ഈ രംഗത്തെത്തുമ്പോൾ അത് കണക്കിലെടുക്കാതെ, മുഖവിലക്കെടുക്കാതെ എങ്ങനെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. കാരണം ഈ സാധാരണ പോക്സോ കേസുകളിൽ കേസ് വളരെ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉപയോഗിച്ചായിരിക്കും ഇതിൽ കേസെടുക്കുക. പക്ഷേ ഇതിൽ എങ്ങനെ ജാമ്യം ലഭിച്ചു, ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യം എന്താണ്, കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൻ്റെ പരിധിയിൽ വരും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സമഗ്രമായ ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ വിദ്യാഭ്യാസ വകുപ്പ് എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഡാൻ, ഇവിടെ JCI, അതായത് ഈ പരിപാടിയുടെ സംഘാടകരായിരുന്ന JCI വിഷയത്തിൽ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരുന്നല്ലോ. പോക്സോ കേസ് പ്രതി മുകേഷ് എം നായരെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് പശ്ചാത്തലം അറിയാതെയാണ്. സ്കൂളിനും പ്രധാന അധ്യാപകനുമുണ്ടായ വിഷമത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പശ്ചാത്തലം പരിശോധിക്കാത്ത തങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റാണെന്നും സംഘാടകർ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മാപ്പ് അറിയിച്ച് സ്കൂളിന് സംഘാടകർ കത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉത്തരവാദിത്തം, ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം JCI ഏറ്റെടുത്തതോടെ സ്കൂളിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർക്കെതിരായിട്ടുള്ള ഒരു നടപടി അത് ഒഴിവാകാനുള്ള സാധ്യതയുണ്ടോ? അതോ വിദ്യാഭ്യാസ വകുപ്പ്, നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുമെന്ന്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ നൽകിയതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ടിൽ എന്താണ് പ്രധാനമായി പരാമർശിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവപൂർണ്ണമായ സമീപനമാണ് ഈ സ്കൂൾ അധികൃതർക്കെതിരെ ഉണ്ടാകുന്നതെങ്കിൽ, അവരുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെങ്കിൽ നോക്കി നിൽക്കില്ല, കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ സന്ദേഹങ്ങൾക്കിടയുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് അങ്ങനെ ഒരു നിലപാടെടുത്ത ശേഷം ഇനി അതിൽ ഒരു അയവ് വരുത്താനുള്ള സാധ്യതയൊന്നുമില്ല. ബാക്കി നടപടികൾ എന്താണെന്ന് വൈകാതെ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയിട്ടില്ല. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും വ്ളോഗർ മുകേഷ് എം നായർ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉയർന്നു വന്നത്. ഈ വിഷയത്തിൽ വിശദീകരണവുമായി മുകേഷ് എം നായർ തന്നെ ന്യൂസ് 18 മുൻപാകെ എത്തിയിരുന്നു. തനിക്കെതിരായിട്ടുള്ള പോക്സോ കേസ് അത് ഗൂഢാലോചനയാണ്, ഒരു രീതിയിലും സ്കൂളിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ തനിക്കെതിരായിട്ടുള്ള ഈ കേസിനെ അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും താൻ കുറ്റക്കാരനല്ല, കുറ്റാരോപിതൻ മാത്രമാണെന്നുമാണ്
മുകേഷ് നായരുടെ വിശദീകരണം. പക്ഷേ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്.